കണ്ണടച്ചാലും തുറന്നാലും എനിക്ക് നിന്നോട് തന്നെയാ ഇഷ്ടം, നിന്നോടാ പ്രണയം. എന്നെന്താ വിനീത് ഇഷ്ടപ്പെട്ട കുട്ടിയോട് തുറന്നു പറയാത്തേ എന്ന് ക്ലബ് ഫാമിലി ലവ് പേജിൽ റീനു ചോദിക്കുന്നു. പറയൂ. ഓൾറെഡി ഇഷ്ടമാണെങ്കിലും അവൾ ഇതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആ പറയുന്ന സമയത്ത് അവളുടെ മുഖം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ആ ഒരു വാക്ക് കേൾക്കാനായിട്ട്. സത്യത്തിൽ ഞാൻ ആ സമയത്ത് ഡബിൾ മൈൻഡ് ആയി പോയി. ശരിക്കും പറയണോ അതോ ടൈറ്റാനിക് തന്നെ വിട്ടാൽ മതിയോ? ഭയങ്കര ഡബിൾ മൈൻഡ് ആയി പോയി. നശിപ്പിച്ചു. അപ്പൊ അവള് എന്തോ കേൾക്കാൻ കൊതിച്ചിരുന്നു, അത് കിട്ടാതെ ഉള്ള ഒരു ആ മുഖത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ അവൾ ഓഹോ ആണല്ലേ എന്ന് പറഞ്ഞ് റിട്ടേൺ പോയപ്പോഴീ പെൺകുട്ടികളൊക്കെ പൊതിഞ്ഞു അവളെ. അപ്പൊ ഇവിടെ ഈ കാര്യം പറഞ്ഞത് അവിടെ നിന്ന് മൊത്തത്തിലൊരു പൊട്ടിച്ചിരി വരുന്നു. എന്നിട്ട് അവരെല്ലാരും എന്നെ നോക്കുക. കുറെ ഗേൾസ് പറഞ്ഞു സൂപ്പർ വീണു കലക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഇവള് ചിരിച്ചുട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കമ എന്നൊരു അക്ഷരം മിണ്ടില്ല. രണ്ടാമത്തെ ദിവസം മിണ്ടിയില്ല. അങ്ങനെ പോയി ഒരാഴ്ച ഫുള്ള്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഓരോന്നും കാണിക്കാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പിൽ ചെല്ലും. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വായ നോക്കിയിരിക്കും അവൾ ബസ് കയറുന്നവരെ. അവളെങ്ങാനും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ കാട്ടും എന്തെത്ര മൗനം ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കും. അത് ഇവള് കണ്ടില്ല, ഇവളുടെ അപ്പുറത്തെ ചേച്ചി കണ്ടിരുന്നു ബസ് സ്റ്റോപ്പിൽ വെച്ച്. ആ ചേച്ചി എന്താടി നിന്നെ നോക്കി കുരങ്ങും കാണിക്കുന്നു ആ ചക്കൻ. എന്നിട്ട് ഇവള് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ പിന്നീട് പറഞ്ഞു, ഞങ്ങൾ സോൾവ് ആയി. വീണ്ടും പഴയ പോലെ തന്നെ പോയി. ഉള്ളിലെ പ്രണയം പുറത്തു പറഞ്ഞില്ല. വിനീത് കേട്ട് വരും തോറും ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനുവിന് ഇച്ചിരി പേടി വന്ന് തുടങ്ങി. ഇയാള് പറയാതെ ഈ പ്രണയം കളയും, അവസാനം അത് വെറും ഒരു ഓർമ്മയായി പോവോ? ഒരുപാട് ഉടക്കുകളുള്ള ഒരു പ്രണയകഥ. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് അങ്ങനൊരു കഥയാണ് വിനീത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിനീത് കുറെ അടികൂടി അവസാനം എവിടെ എത്തി? ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ ആ വെക്കേഷൻ ഉണ്ടല്ലോ, ശിവനെ മറക്കൂല. ഇങ്ങനെ നമ്മൾ ഇത്ര നാളും ഒരുമിച്ച് കണ്ട് പെട്ടെന്ന് കാണാതാകുമ്പോഴുണ്ടല്ലോ, 1 മാസം അത്രേ കഷ്ടി ഉണ്ടായുള്ളൂ വെക്കേഷൻ. അന്ന് ഫോൺ വിളിയില്ല. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വെക്കേഷൻ കഴിയരുതേ, എങ്ങനെയെങ്കിലും വെക്കേഷൻ ഇനിയും വേണമെന്നായിരുന്നു. പക്ഷെ നമുക്കതല്ല, വെക്കേഷൻ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ക്ലാസ് തുറക്കണേ, പഠിക്കാനല്ല പലതും പഠിപ്പിക്കാനും പഠിക്കാനും. അങ്ങനെ ക്ലാസ് തുറന്നു. ഫസ്റ്റ് ഡേ വന്നപ്പോ വലിയ പരിചയമാവുന്നില്ല. അത് ആലുവ മണപ്പുറത്ത് കണ്ട ഒരു ഭാവം പോലും വയ്ക്കുന്നില്ല. നമ്മൾ 2 മാസങ്ങളെ കാണാൻ വേണ്ടി കാത്തിരുന്ന് ചെല്ലുമ്പോഴേ അതെ എന്തിനൊക്കെയോ കണ്ടുന്നിട്ട് കാത്തിരുന്നിട്ടും ഇവൾ ഒരു മൈൻഡും ഇല്ലാതെ ഇങ്ങനെ സിമ്പിളായി വന്നു, കണ്ടു, ചിരിച്ചു. ഞാൻ അടുത്തേക്ക് പോയി ഇപ്പൊ പെട്ടപ്പെട്ടാന്ന് തുടങ്ങി. പിന്നെ വെറുതെ വീണ്ടും വഴക്ക്. അപ്പൊ തന്നെ വിളിച്ചു അനീഷ്. അതെ അവനെ വിളിച്ചു. അങ്ങനെ വീണ്ടും തുടങ്ങി പ്രണയം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കലാപക്കാതലായി ഇങ്ങനെ പോയോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു യൂത്ത് ഫെസ്റ്റിവൽ വന്നു. അപ്പൊ ഇവളുടെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. കേരള സാരിയൊക്കെ കൊടുത്ത് രസാന്ന് പറയാ. തുളസിക്കതിലുണ്ടായിരുന്നേലും ഒരു ചൈതന്യമായിട്ട് നല്ലൊരു കേരളീയ ശൈലിയില് ഡാൻസ് കളിക്കാണ്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് ഞാനും യൂത്ത് ഫെസ്റ്റിവലിൽ കുറച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കാണുന്നത്. ആ പാട്ട് ഇപ്പോഴും കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഇവിടെ ഓർമ്മ വരും, വേറെ ഒന്നും ഓർമ്മ വരില്ല. ഏതാ പാട്ട്? കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. ടൺ കണക്കിന് റൊമാൻസ് നിറഞ്ഞ ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലെ ഇനി വരുന്ന പാട്ട് വിനീതിന് ഇഷ്ടപ്പെട്ട ആ കുട്ടിക്ക് വേണ്ടി റീനു ഡെഡിക്കേറ്റ് ചെയ്യാം. കേരളത്തിന്റെ സ്വന്തം FM ക്ലബ് FMൽ ഇത് ലവ് ബൈറ്റ്സിന്റെ സമയം വിത്ത് റീനു. റീനുവിന്റെ കൂടെയുണ്ട് വിനീത്. +1 പഠിക്കുമ്പോഴാ പ്രണയം തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? ഈ സ്കൂളുകളിലൊക്കെ വെച്ച് പ്രണയിച്ച ടീച്ചേഴ്സൊക്കെ പൊക്കത്തില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല? ഓണത്തിനിടയിൽ ഞങ്ങൾ എല്ലാരും കൂടി പൂക്കളിടാണ്. ആ സെന്ററിൽ ഒരു പൂ വയ്ക്കണം. അപ്പൊ ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഇവൾ ജയനായിട്ടൊന്നും ഇങ്ങനെ പോസ് ചെയ്ത് ഞാൻ എന്റെ കയ്യില് പിടിച്ച്, അപ്പൊ ഞാൻ ഇങ്ങനെ കയ്യില് പിടിക്കാണ്. അവൾ ആ പൂക്കളത്തിന്റെ സെന്ററിൽ ആ പൂ വയ്ക്കാണ്. ടൈറ്റാനിക്കിലെ പോസിന് പകരം വേറൊരു പോസ്. അങ്ങനെ ആ പൂ വയ്ക്കുന്ന പോസും കണ്ടിട്ടാണ് ഞങ്ങളുടെ സാറ് വരുന്നത്. വാട്ട് ആൻ ഐഡിയ സർജി. പിന്നെ എന്നിട്ട് സാറൊന്നും ഇങ്ങനെ നോക്കി, അതുപോലെ തന്നെ പോയി. അപ്പൊ ഇവളും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നീട് സാറിങ്ങനെ ഓരോ കഥകൾ പറയുമ്പോഴും പ്രണയത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ തെറ്റാണ് അത് ഇത് എന്നെല്ലാം പറഞ്ഞു തുടങ്ങി. സാറിന്റെ ചെവിയിൽ എത്തിയെന്ന് തോന്നും ഗോസിപ്പ്. അപ്പൊ തെറ്റിയിരിക്കാൻ കുഴപ്പമില്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ മാത്രമല്ല കപ്പിൾസ് വേറെ ഒരുപാടുള്ളത് കൊണ്ട് നമുക്കത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സാറ് ഇങ്ങനെ പറഞ്ഞു. പല സ്ഥലത്തുനിന്നും പ്രണയങ്ങൾ ഇങ്ങനെ പൊട്ടി വന്നു, പല സ്ഥലത്തും പിടിച്ചു തുടങ്ങി. അങ്ങനെ ഫയർ ചെയ്ത് തുടങ്ങി. അവരുടെ വീട്ടിലറിഞ്ഞു, സാർമാരെങ്ങനെ വിളിച്ചു തുടങ്ങി. പക്ഷെ ആ സമയത്തിന് അവളോട് ഞാൻ പറഞ്ഞു സമാധാനം
അവസാനം ഈ പ്രണയം തുറന്നു പറഞ്ഞല്ലോ. ആ വിശേഷം കേൾക്കാം. പക്ഷേ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ മനോഹരമായ ഈ പ്രണയ ഗാനങ്ങൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരുപാട് വഴക്ക് കൂടിയെങ്കിലും അവസാനം വിനീത് പറഞ്ഞു എനിക്കിതിന് ഇഷ്ടമായിരുന്നു. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. വിനീത്, ആ സംഭവം എങ്ങനെയായിരുന്നു? അവളോട് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ അവളുടെ ഫ്രണ്ട് നിഷ ഇവള് തൊട്ടരുത് നിൽക്കാണ്. അപ്പൊ ഇവള് അങ്ങോട്ട് തിരിഞ്ഞേക്കണെന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ, തൊട്ടൊപ്പമുണ്ട്. അപ്പൊ ഇവള് ചോദിച്ചു, നീ എനിക്ക് പറഞ്ഞൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചു. ഞാൻ പറയാം, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ അപ്പുറത്തേക്ക് നോക്കി, ടോയ് അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പൊ ഒരു ചിരി വരുന്നുണ്ട്. ഹാവു, രക്ഷപ്പെട്ടു. മൗനം സമ്മതം പോലെ തന്നെ ചിരി സമ്മതമായിട്ട് ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് പറയട്ടെ എന്ന് പറഞ്ഞു. അവൾ അപ്പൊ തന്നെ ചെള്ള വെച്ച് ഓടിപ്പോയി ചിരിച്ചിട്ട്. അപ്പൊ ഏത് ബുദ്ധിയുള്ള ആൺകുട്ടിക്ക് ഉറപ്പിക്കാമല്ലോ. പ്രണയം തന്നെ. അതെ. പിന്നീട് അവൾ നന്നായി വരയ്ക്കും. അവള് എന്റെ അവളുടെ ഒരു പിക്ചർ വരച്ചു. അപ്പൊ അത്യാവശ്യം എന്നെ തിരിച്ചറിയാനുള്ള ട്രേഡ് മാർക്കുകളെല്ലാം ആ ചിത്രത്തിലുണ്ടായിരുന്നു, ആ ഒരു ആൺകുട്ടിയുടെ കൂടെ. അതുപോലെ തന്നെ അവളുടെയും. അവൾ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു മാല, ഒരു എന്താ പറയാ, ആ ലോക്കറ്റ്, അതൊക്കെ അവൾ ഇതിലുണ്ട്. അപ്പൊ ഇവളില്ലാതിരിക്കില്ല. ഇവളുടെ നോട്ട് ബുക്ക് ഇങ്ങനെ ഡെസ്കിൽ ഇരിക്കായിരുന്നു. ആ സമയത്ത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പേജ് മറിച്ച് നോക്കിയപ്പോ ഈ പിക്ചർ കണ്ടു. ഈ പിക്ചർ കണ്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല. ഓടി വന്നു, പെട്ടെന്ന് ഒരു തെക്കൻ കാറ്റ് വരുന്ന പോലെ അവൾ ഓടി വന്ന സാധനം തട്ടിപ്പറിച്ചു. പറഞ്ഞു, ഇത് എന്തെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും കണ്ടില്ല, എന്തോ കാർട്ടൂൺ മറിച്ചേക്കാന്ന് പറഞ്ഞു. ആ അത് ഞങ്ങള്, നീ കണ്ടത് എങ്ങനെയുണ്ട്? ഇല്ല, ഞാൻ നോക്കിയില്ല, അപ്പോഴേക്കും ഇത് മറിഞ്ഞിരുന്നു. നോക്കിയെന്ന് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായപ്പോ അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഈ +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ഞാൻ ചേർന്ന് തൃശ്ശൂര്, ഇവൾ പഠിക്കുന്ന ചാലക്കുടി. അങ്ങനെ വീണ്ടും അകന്നു. പക്ഷെ ഫോണിലൂടെയുള്ള കുറുങ്ങല് വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. 2 സ്ഥലത്താക്കിന്ന് വെച്ച പ്രണയം നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. Stay tuned to Love Bites on Club FM with Reenu and Vineet. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. വിനീത്, സത്യമായിട്ട് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ വിനീത്. ഇഷ്ടം തുറന്നു പറഞ്ഞു. 2 സ്ഥലത്തായിട്ടും ഇഷ്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പൊ നിങ്ങളുടെ പ്രണയം എവിടെ എത്തി? സാധാരണ പറയുന്ന പോലെ ഒരു അന്ത്യം, ഒരു അലമ്പ്, ഒരു പൊട്ടിത്തെറി ഈ പ്രണയത്തിൽ ഇല്ലാന്ന് ഇതുവരെ ഇല്ല. അങ്ങനെ പറയണല്ലോ. അപ്പൊ സക്സസ് ആവാൻ പോകുന്നൊരു പ്രണയമാണ്. സക്സസ് ആകാൻ പോകുന്നൊരു പ്രണയമാണ്. ഒരു സന്തുഷ്ട കാമുകനാണ്. ഇപ്പൊ പ്രണയിക്കുന്ന നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയാനായിട്ടുള്ള ഒരു ഉപദേശം എന്താ? പ്രണയിക്കുകയാണെങ്കിൽ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. പ്രണയം നടിക്കാതെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. അപ്പൊ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിന്ന് ഞങ്ങൾക്കൊരു നല്ല പ്രണയ കഥ കേൾക്കാൻ പറ്റി. 11-12 വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രണയം. ഇപ്പൊ 1 മണിയാവാറായി. ഇനി ഇരിക്കണ്ട, പോവാല്ലേ? ഗുഡ് നൈറ്റ്. But before I go, let me say, love, keep loving and keep listening to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. And me, Reenu. Take care.